ഹായ് മക്കളെ, നിങ്ങളുടെ ലച്ചുമസ് ആണ്. വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. ഈ ക്ലാസ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാലേ. ഈ ഒറ്റ വീഡിയോയിൽ നമ്മൾ 1 മാർക്കിന്റെ 30ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. എല്ലാ ചോദ്യങ്ങളും ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് എക്സാം ഓറിയന്റഡ്. ഈ 1 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് സിമ്പിൾ ആണോ? അല്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതിലുള്ള ഓരോരോ ഓപ്ഷൻസും 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കാനും പോകുന്നത്. സോ ഈ കോണ്ടന്റ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് കുട്ടിക്ക് എക്സാം നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഉറപ്പായിട്ടും എഴുതാൻ പറ്റുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാം നന്നായിട്ട് എഴുതാം. ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെ വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് ഇൻ ആറ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. എന്താണ്? ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉള്ളതായിട്ട് തെളിയിച്ചത് ആരാണ്? ഏത് സയന്റിസ്റ്റ് ആണ്? ഇറ്റ് ഈസ് ബൈ റുദർഫോർഡ്. അല്ലെ, റുദർഫോർഡ്. ഇതേപോലെ ഒരുപാട് സയന്റിസ്റ്റുകളും കോൺട്രിബ്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. വരുന്ന ഓരോരോ ചോദ്യത്തിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സയന്റിസ്റ്റ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. കനാൽ റേസർ, ആനോഡ് റേസർ. കനാൽ റേസും ആനോഡ് റേസും ഒരേ ആളുകളാണ്. അതേപോലെ തന്നെ കാത്തോഡ് റേസർ, പിന്നെ എന്താണ് നമ്മുടെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മാച്ച് ദ ഫോളോവിങ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഐസോടോപ്പുകൾ തന്നിട്ടുണ്ട്. ഈ ഐസോടോപ്പുകളുടെ യൂസസ് നിങ്ങളടുത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. ഇത് അത്ര ഈസി അല്ല കേട്ടോ. കാരണം എന്താണ്? നിങ്ങളടുത്ത് മാച്ച് ദ ഫോളോവിങ് അല്ല ചോദിച്ചത്, പകരം ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാനാണ് പറഞ്ഞത്. ഇറ്റ് ഇസ് എ വെരി ട്രിക്കി ക്വസ്റ്റ്യൻ. പലപ്പോഴും തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കാം. കൊബാൾട്ട് 60 എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അടുത്തത് കാർബൺ 14 എന്ന് പറയുന്നതോ ഏജ് ഓഫ് ഫോസിൽസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. യുറാനിയം 235 എന്ന് പറയുന്നത് ആണവ ഇന്ധനമായിട്ട്, ന്യൂക്ലിയർ ഫ്യൂവൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ തന്നിരിക്കുന്ന മാച്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണ് കിട്ടുന്നത്? ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്. കാരണം എ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്, ആൻഡ് സി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആൻസറിലേക്ക് വരുന്ന സമയത്ത് തെറ്റിക്കാതെ എഴുതുക. ഇനി അടുത്ത ചോദ്യം, ഹു ഹാസ് ഡിസ്കവർഡ് ദ ഇലക്ട്രോൺ? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ടിക്കിൾ ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്? ഇനി പറയുന്നതിൽ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? നമ്മുടെ ഇലക്ട്രോൺസിനാണ് എന്ത് വരുന്നത്? നെഗറ്റീവ് ചാർജ് വരുന്നത് അല്ലേ. പോസിറ്റീവ് ചാർജ് വരുന്ന പാർട്ടിക്കിൾ ഏതാണ്? ദേ ആർ പ്രോട്ടോൺസ്. ഇനി ചാർജ് ഇല്ലാത്ത കണം എന്ന് പറയുന്നത് ആരാണ്? ചാർജ്ലെസ് പാർട്ടിക്കിൾ. ദേ ആർ ന്യൂട്രോൺസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോസ്ഫറസ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. നമുക്ക് അറ്റോമിക് നമ്പർ 15 എന്ന് തന്നതുകൊണ്ട് നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8, മൂന്നാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് എന്ന് എഴുതാൻ സാധിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം വിത്ത് 6 protons, 6 electrons and 7 neutrons? എന്താണ്? 6 പ്രോട്ടോണുകളും 6 ഇലക്ട്രോണുകളും 7 ന്യൂട്രോണുകളുമുള്ള ഒരു ആറ്റത്തിന്റെ മാസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മാസ് നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിന്റെ അകത്തല്ലേ. അപ്പൊ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാസ് നമ്പർ കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 6 + 7 നമുക്ക് എത്ര കിട്ടുന്നത്? നമുക്ക് 13 എന്ന് ലഭിച്ചു അല്ലേ. അതായത് ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? 13. ഇതെല്ലാം 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ചോദ്യങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ കെമിക്കൽ എലമെന്റ് ദാറ്റ് റീറ്റെയിൻസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇസ്. എന്താണ്? ഒരു രാസമൂലകത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആ മൂലകത്തിന്റെ ഗുണങ്ങൾ നിർണ്ണയിക്കുന്നു. ആ മൂലകം ഏതാണ്? അല്ലെങ്കിൽ എന്താണ്? ആ ഒരു പാർട്ടിക്കിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സ്മോളസ്റ്റ് യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അതാരാണ്? നമ്മുടെ ആറ്റം ആണ് കേട്ടോ. ആറ്റം ഇസ് ദ മൈന്യൂട്ട് പാർട്ടിക്കിൾ, സ്മോളസ്റ്റ് മൈന്യൂട്ട് പാർട്ടിക്കിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. പല ആളുകളും ചോദിക്കാറുണ്ട്, 3ാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. അയോണിക് കോമ്പൗണ്ട്സിന്റെ ടോപ്പിക് വരെയാണ് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക കേട്ടോ, ഇവിടെ സോഡിയം ക്ലോറിനും എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് NaCl കിട്ടി. ഇതിൽ എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും നമ്മൾ കണ്ടെത്തുന്നത്? പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ നോൺ ആസ് കാറ്റയോൺസ്. കാറ്റയോൺസിനെയാണ് നമ്മൾ പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത്. ആനയോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നെഗറ്റീവ് അയോൺസ് ആണ് ആനയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാ പോസിറ്റീവ് അയോണിനെ കണ്ടെത്തുന്നത്? Na+, സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Na+ ആയിട്ട് മാറിയില്ലേ, പോസിറ്റീവ് അയോൺ ആണ്, കാറ്റയോൺ ആണ്. അതേപോലെ Cl- എന്ന് പറയുന്നത് ആരാണ്? ആനയോൺസ് ആണ്, നെഗറ്റീവ് ചാർജ് അയോൺസ് ആണ്. പഠിച്ചു വെക്കുക, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്,
The modern periodic table is arranged in the order of ആധുനിക നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എലമെന്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്, മാത്രമല്ല ഇൻക്രീസിംഗ് ഓർഡർ ആണ്, ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം അതേപോലെ കാർബണിന്റെ ഐസോടോപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും തന്നിരിക്കുന്ന ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഐസോടോപ്സ് ഓഫ് കാർബൺ? താഴെ പറയുന്നതിൽ കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, എടുത്തു പറയും നിങ്ങൾ. കാർബൺ 14 മാത്രമാണോ? അല്ല, നമുക്ക് കാർബണിന്റെ ഐസോടോപ്പുകൾ പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ബോത്ത് എ ആൻഡ് സി ആണ്. കാരണം കാർബൺ 12 എന്ന് പറയുന്നതും കാർബൺ 14 എന്ന് പറയുന്നതും എന്താണ്? കാർബണിന്റെ ഐസോടോപ്പുകൾ തന്നെയാണ്. കാർബൺ 13ഉം നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഐസോടോപ്സ്, ഗിവ് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഐസോടോപ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ഉള്ളതിനെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഐസോടോപ്സ് 100% ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ തന്നിട്ടുണ്ട്. ഈ 3 ഐസോടോപ്പുകളുടെ പേരെന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ തരാം. ഇത് 1, ഇത് 2, ഇത് 3. ഈ 3 ആളുകളുടെ പേരും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ഐസോടോൺസ്? ഐസോടോപ്സ് പഠിക്കുന്ന അത്ര തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ആർക്കും കൊടുക്കണം? ഐസോടോണുകൾക്കും കൊടുക്കണം അല്ലെ. ഐസോടോൺ എന്ന് പറഞ്ഞാൽ ആറ്റംസ് വിത്ത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഐസോടോൺ. നോക്കുക, ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോണുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ്, ഇവിടെ നിങ്ങൾ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are having same mass number but different atomic number. അപ്പോൾ ഐസോബാർ, ഐസോടോപ്പ്, ഐസോടോൺ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡു ആൽക്കലി മെറ്റൽസ് ബിലോങ്? ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 വരുന്ന ആളുകളാണ് അല്ലെ. ഓരോരോ ഗ്രൂപ്പും ആ ഗ്രൂപ്പിന്റെ പേരുകളും പഠിക്കണം. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. Which of the following is a noble gas? ഇവിടെ തന്നിരിക്കുന്നതിൽ നോബിൾ ഗ്യാസ് ഏതാണ്? നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് നിയോൺ ആണ് അല്ലേ. നിയോണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാണ് വരുന്നത്? 2,8 ആണ്. ബിക്കോസ് അറ്റോമിക് നമ്പർ ഇറ്റ് ഇസ് 10. നമ്മളുടെ അടുത്ത ചോദ്യം ഇതേ ചോദ്യത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? നോബിൾ ഗ്യാസിന്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതാം. നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് എഴുതാം. എന്തൊക്കെയാണ്? നോബിൾ ഗ്യാസിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവും. ഹീലിയം ആണെങ്കിൽ ഒരു ഷെല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഡുപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലേ. ഇനി പറയാം നമുക്ക് അതെന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റംസ് ആണ്. അവർ കെമിക്കലി ഇനേർട്ട് ആണ്, അതായത് കെമിക്കൽ റിയാക്ഷൻസിലൊന്നും അവർ പങ്കെടുക്കുന്നില്ല. ബിക്കോസ് ദേ ആർ ഓൾറെഡി സ്റ്റേബിൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ബിലോങ്സ് ടു ഗ്രൂപ്പ് 17 ഇൻ ദ പീരിയോഡിക് ടേബിൾ? 17ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെന്റ് ആരാണ്? ബ്രോമിൻ ആണ് കേട്ടോ. ബ്രോമിൻ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വാട്ട് ഇസ് ദ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ? പ്രോട്ടോണുകളുടെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ന്യൂട്രോണുകളുടെ ചാർജ് എന്ന് പറയുന്നത് ചാർജ്ലെസ് ആണ്. ഇലക്ട്രോണുകളുടെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ അറ്റോമിക് മോഡൽ. ബോർ അറ്റോമിക് മോഡലിന് നമുക്ക് 6ഓളം പോസ്റ്റുലേറ്റ്സ് പഠിക്കാനുണ്ട്. ഈ പോസ്റ്റുലേറ്റ്സ് എല്ലാം വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. ഇത് 1 മാർക്കിനല്ല കേട്ടോ, 3 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 6 പോയിന്റുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഈ പോയിന്റുകൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ലൈവ് ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് എക്സാമിന് സെറ്റ് ആക്കി പോവാം. ഇനി അടുത്ത ചോദ്യമാണ്. ദ മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ നമ്പർ ഓഫ്. ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ നിർണ്ണയിക്കുന്നത് ആരൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റത്തിന്റെ സെന്ററിലാണ്. സെന്ററിൽ ആരൊക്കെയാണുള്ളത്? പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാസ് നമ്പർ നിർണ്ണയിക്കുന്നത് ആരാണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ്. ഇനി അടുത്ത ചോദ്യം, ഹു ഹാസ് ഡിസ്കവേർഡ് പ്രോട്ടോൺ? പ്രോട്ടോണിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ റുദർഫോർഡ് ആണ്. നേരത്തെ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു, ഇപ്പൊ പ്രോട്ടോൺ എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ നെഗറ്റീവ് ചാർജ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇലക്ട്രോണുകൾ പറഞ്ഞു. അങ്ങനെ എല്ലാ സയന്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് സയന്റിസ്റ്റ് പ്രൊപ്പോസ് ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്നത് ആരാണ്?
ആരാണ്? സൗരയുധ മാതൃക കൊണ്ടുവന്നത് ആരാണ്? നമുക്ക് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് അല്ലെ. ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആണ് പ്ലാനറ്ററി ആറ്റം മോഡൽ വരുന്നത്. ഇനി ദ സയന്റിസ്റ്റ് ഹു ഹാവ് ഡിസ്കവർഡ് ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വാട്ട് വാസ് കൺക്ലൂഡഡ് വെൻ സം ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്? എന്താണ്? റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിൽ ചില ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു വന്നപ്പോൾ എന്ത് നിഗമനത്തിലേക്കാണ് എത്തിയത്? 3 ഒബ്സർവേഷൻസ് ആയിരുന്നു അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒറ്റ ഒബ്സർവേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് തട്ടി പുറകോട്ട് തിരിച്ചു വന്നു. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചത്. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതാണ് വേണ്ടത്. ഇതിൽ വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആറ്റംസ് ഹാവ് എ ഡെൻസ് പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് ആണ്. എന്താണ് നമുക്ക് പറയുന്നത്? ആറ്റങ്ങൾക്ക് ഇടതൂർന്ന പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോണുകൾ. ഓക്കെ, അപ്പൊ എന്താണ്? ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് എന്ത് വരുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കാരണം ആറ്റത്തിന് എന്താണ്? പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ആൽഫ പാർട്ടിക്കിൾസ് ഈ ന്യൂക്ലിയസിനെ വന്ന് ഇടിക്കുന്നത് കൊണ്ടാണ് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഉദാഹരണം 281 വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 1 ആണ്. 26 വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 6 ആണ്. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് വി കോൾ ദം ആസ് വാലൻസ് ഇലക്ട്രോൺ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ? മാസ് നമ്പറും അറ്റോമിക് നമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയാണ്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എം ഷെൽ? എം ഷെല്ലിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് എൻ്റെ മക്കൾ കണ്ടുപിടിച്ചിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിലൊരു ക്ലൂ ഞാൻ തന്നിട്ടുണ്ട്. യു ക്യാൻ യൂസ് 2n² ഫോർമുല. അതിനകത്ത് n എന്ന് പറയുന്നത് നമ്മുടെ ഷെല്ലിന്റെ നമ്പർ ആണ്. KLM 3ാമത്തെ ഷെല്ലാണ് ചോദിച്ചത്. സോ ആൻസർ എത്രയാ വരുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാംസ് നന്നായിട്ട് എഴുതുക കേട്ടോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എഴുതുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാം. ബൈ.